ഇതാ നമ്മിലേക്കൊരു രാവ് കടന്നു വരുന്നുണ്ടല്ലോ, ലൈലത്തുൽ ബറാ. ആ രാവിന്റെ പ്രത്യേകത എന്താ? ആ രാവിലാണ് മുത്ത് റസൂല് നട്ടപ്പാതിരക്ക് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ നിന്നു. ആ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി തങ്ങളുടെ സുജൂദിന്റെ ദൈർഘ്യം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു പോയി, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖുബില ലിതൂലി സുജൂദിഹി. അന്നത്തെ രാത്രിയിൽ നിസ്കരിക്കാൻ നിന്നു, സുജൂദിലേക്ക് പോയി. റസൂലുള്ളാഹിന്റെ സുജൂദിന്റെ ദൈർഘ്യം കണ്ടിട്ട് ആയിഷ ബീവി പറയാ, സത്യം പറയാലോ, ഞാൻ വിചാരിച്ചു ആ സുജൂദിൽ വഫാത്തായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സുജൂദിൽ മുത്ത് റസൂല് വഫാത്തായി എന്ന് വിചാരിക്കണമെങ്കിൽ എത്ര നേരം സുജൂദിൽ മുത്ത് റസൂല് കിടന്നിട്ടുണ്ടാവും? എത്ര നേരം കിടന്നിട്ടുണ്ടാവും? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാ പറയുന്നത്, ഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ലൈൽ. ഒരു രാത്രിയിൽ പതിവ് പോലെ മുത്തുനബി നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നു. ഫസല്ലാ, അങ്ങനെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. വഅത്വാല സുജൂദ്, ആ നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോയിട്ട് സുജൂദായിട്ട് നീട്ടി ഒരുപാട് നേരം സുജൂദ് ചെയ്തു. എത്ര നേരം എന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹത്താ ലനൻതു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖുബില ഫീ സ്വലാത്തിഹി. യാ അല്ലാഹ്, പൊന്നാര നബി നിസ്കാരത്തിൽ സുജൂദിൽ വഫാത്തായല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു പോയി. എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായി. ഞാൻ ആ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് മുത്ത് റസൂലിന്റെ ചാരത്ത് ചെന്നു. ഞാനൊന്ന് പരിശോധിച്ചു നോക്കി. അപ്പം മനസ്സിലായി, അല്ലാഹ് വഫാത്തായതൊന്നുമല്ല. പിന്നെയോ, ഹബീബ് യബ്കി ബുകാഅൻ ശദീദാ വയദഉല്ലാഹ അസ്സ വജല്ല. ജല്ല ജലാലായ റബ്ബിനോട് ആ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുകയാണ്. കരഞ്ഞുകൊണ്ടാണ് മുത്തുനബി ദുആ ചെയ്യുന്നത്. വല്ലാത്ത വിങ്ങിപ്പൊട്ടലാൻ. അപ്പം എനിക്ക് ആശ്വാസമായി. എന്തേ കാര്യം? സുജൂദിൽ വഫാത്തായിട്ടൊന്നുമില്ല. സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യല്ലേ, വഫാത്തായിട്ടില്ലല്ലോ. എനിക്ക് ആശ്വാസമായി, സമാധാനമായി. ഞാൻ അവിടെ നിന്ന് തിരിച്ചുപോയി. അങ്ങനെ ഫലമ്മാ ഫറഗൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ സ്വലാത്തിഹി, ഹബീബായ നബി തങ്ങൾ തന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ നേരെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ആയിഷോ, എന്താ നീ മെല്ലെ എൻ്റെ അടുത്ത് വന്നൊന്ന് പരീക്ഷിച്ചു പോയത് ഞാൻ കണ്ടല്ലോ. എൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പരിശോധിച്ചു പോയത് ഞാൻ കണ്ടല്ലോ. അല്ലനൻതി അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ബികി. അല്ല ആയിഷോ, നീ വിചാരിച്ചോ അള്ളാന്റെ റസൂല് നിന്നെ ചതിച്ചു, നിന്നെ പറ്റിച്ചു എന്ന് വിചാരിച്ചോ? അതായത് നീയല്ലാത്ത മറ്റു ഭാര്യമാരുമുണ്ടല്ലോ. ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് മറ്റേതെങ്കിലും ഭാര്യയുടെ അടുത്തേക്ക് പോയി നേറ്റോ നീ വിചാരിച്ചോ? എന്താ മെല്ലെ നിൻ്റെ അടുത്ത് വന്നിട്ട് എന്നൊന്ന് തൂണ്ടി തിരിച്ചു പോയത് കണ്ടല്ലോ, എന്തേ കാര്യം? അപ്പോൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചതല്ല. വലാകിന്നി ലനൻതു അന്നക ഖുബിൽത ലിതൂലി സുജൂദിക യാ റസൂലല്ലാഹ്. എന്തോരു സുജൂദാണ് നബിയേ ഇന്നത്തെ സുജൂദ്. എത്ര നേരമാ നിങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദുആ ചെയ്തത്. സാധാരണ രാത്രിയിൽ ഇത്രയും നേരം നിങ്ങൾ സുജൂദിൽ കിടക്കാറില്ലല്ലോ. അങ്ങയുടെ സുജൂദിന്റെ ദൈർഘ്യം കൊണ്ട് ഞാൻ വിചാരിച്ചു പോയതാണ് സുജൂദിൽ നിങ്ങൾ വഫാത്തായെന്ന്. അപ്പൊ മുത്ത് റസൂല് പറയാണ്, ശരിയാണ് ആയിഷോ, സാധാരണ ദിവസങ്ങളിൽ ഇത്രയും നേരം ഞാൻ സുജൂദിൽ കിടക്കാറില്ല. സാധാരണ ദിവസങ്ങളിൽ ഇത്രയും നേരം ഞാൻ സുജൂദിൽ കിടക്കാറില്ല. പക്ഷെ ഇന്ന് ഞാൻ സാധാരണ പോലെ നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ
ജിബ്രീൽ, എൻ്റെ അടുത്ത് ആഗതനായി മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നബിയേ, ഹാദിഹി ലൈലത്തു നിസ്ഫി മിൻ ശഅബാൻ. നബിയേ, ഇന്നത്തെ രാത്രി ഇത് ശഅബാൻ 15ന്റെ രാവാണ്. നബിയേ, ഈ രാവ് ശഅബാൻ 15ന്റെ രാവാണ്. ഫഇന്നല്ലാഹ തബാറക വതആല യത്തലിഉ ഇലാ സമാഇദ് ദുനിയാ. അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങുന്ന രാവ്, അഥവാ അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന രാവാണ് ഈ രാവ്. അല്ലാഹു ഇന്നത്തെ രാത്രിയിൽ വിളിച്ച് ചോദിക്കുന്നതാണ്, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു, ഹൽ മിൻ മുസ്തർസിഖിൻ സഅർസുഖഹു, ഹൽ മിൻ മുബ്തലാ ഫഅആഫിയഹു അലാ കദാ വകദാ. നബിയേ, ഇന്നത്തെ രാവിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന രാവാണ്. അള്ളാഹു പ്രത്യേകമായി ഇന്നത്തെ രാത്രിയിൽ ഒരു ഓഫർ നൽകുന്നുണ്ട്. റബ്ബ് വിളിച്ചു ചോദിക്കും, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു. ഇന്നത്തെ രാത്രിയിൽ ആർക്കെങ്കിലും എന്നോട് പൊറുക്കലിനെ തേടാനുണ്ടോ? ഉണ്ടെങ്കിൽ തേടിക്കോളൂ. ഇന്ന് രാത്രി പൊറുക്കലിനെ തേടുന്നവർക്ക് ഞാൻ പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയും, ഹൽ മിൻ മുസ്തർസിഖിൻ സഅർസുഖുഹു. ഇന്നത്തെ രാത്രിയിൽ ആരെങ്കിലും എന്നോട് റിസ്ക് തേടിയാൽ, എന്നോട് ജോലി തേടിയാൽ, കച്ചവടത്തിന്റെ ബറക്കത്തിനായി എന്നോട് ദുആ ചെയ്താൽ റിസ്കിന്റെ വാതിലുകൾ ഞാൻ തുറന്നു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ തേടേണ്ടവർക്ക് തേടാം. ഇന്നിപ്പം എന്നോട് ഇവിടെ വന്നിട്ട് മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ പലരും ഈ കൂട്ടത്തിലുണ്ട്. കച്ചവടത്തിൽ പരാജയേ ഉള്ളൂ എന്ന് പറഞ്ഞവർ ഇന്നീ കൂട്ടത്തിലുണ്ട്. പണം മറ്റുള്ളവരുടെ കയ്യിൽപ്പെട്ട് വലിയ വിഷമത്തിലാണ്, ദാരിദ്ര്യത്തിൻ്റെ വക്കിലാണുള്ളത്. പലർക്കും കൊടുക്കാനുണ്ട്, പക്ഷേ കൊടുക്കാൻ നിർവാഹമില്ല. നമ്മളെ പണം പലരുടെയും കയ്യിൽ ബിസിനസ്സിനും മറ്റും കൊടുത്തിട്ട് ഒരു തലിയും വാലില്ലാതെ വിഷമിക്കുകയാണെന്ന് പറഞ്ഞവർ ഇന്നീ കൂട്ടത്തിലുണ്ട്. എന്നൊരു സഹോദരൻ വിളയിലേക്ക് എൻ്റെ അടുത്ത് വന്നിരുന്നു. പരതക്കാടുള്ളൊരു സഹോദരനാണ്. ഇതെന്നെ മെയിൻ വിഷയം. സാമ്പത്തികമായി നല്ല നിലയിൽ കഴിഞ്ഞ സഹോദരനാണ്. പല ആളുകളെയും സഹായിച്ചു, പക്ഷെ അവർ വഞ്ചിച്ചു, ക്യാഷ് തിരിച്ചു തരുന്നില്ല തുടങ്ങിയ ഏർപ്പാടൊക്കെ വലിയ പ്രയാസത്തിലായി നിൽക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലാണ്. ഒന്ന് പ്രത്യേകൻ്റെ കാര്യത്തിലൊന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഇന്ന് വിളയിലേക്ക് വന്നിട്ടൊരു സഹോദരൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുന്ന കാര്യം ഇതാ, നമ്മുടെ തൊട്ടടുത്ത് ഒരു രാവുണ്ട്. ആ രാവിൻ്റെ പ്രത്യേകത, അന്ന് അള്ളാഹു പ്രത്യേകമായ ഓഫർ നൽകുന്ന രാവാണ്. ആ രാവിൽ അള്ളാഹിനോട് തേടിയാൽ നിരാശരാകേണ്ടി വരില്ല. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയവരോടും ഓൺലൈനായി ഇത് കേൾക്കുന്നവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, അതുകൊണ്ട് ബറാഅത്തിൻ്റെ രാവ് നമ്മിലേക്ക് സമാഗതമാകുന്നുണ്ട്. ആ രാവിനെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് നിയ്യത്ത് ചെയ്യാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ.